രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 10-ാം അധ്യായം. ആഹാബിന് ശമരിയയിൽ 70 പുത്രന്മാരുണ്ടായിരുന്നു. യേഹൂ ഇസ്രായേൽ പ്രഭുക്കന്മാർക്കും മൂപ്പന്മാർക്കും ആഹാബിൻ്റെ പുത്രപാലകന്മാർക്കും ശമരിയയിലേക്ക് എഴുത്തുകളെ എഴുതി അയച്ചതെന്തെന്നാൽ, നിങ്ങളുടെ യജമാനൻ്റെ പുത്രന്മാരും രഥങ്ങളും കുതിരകളും ഉറപ്പുള്ള പട്ടണവും ആയുധങ്ങളും നിങ്ങളുടെ കൈവശം ഉണ്ടല്ലോ. ആകയാൽ ഈ എഴുത്ത് നിങ്ങളുടെ അടുക്കൽ എത്തിയ ഉടനെ നിങ്ങളുടെ യജമാനൻ്റെ പുത്രന്മാരിൽ ഉത്തമനും യോഗ്യനുമായവനെ നോക്കിയെടുത്ത് അവൻ്റെ അപ്പൻ്റെ സിംഹാസനത്തിലിരുത്തി നിങ്ങളുടെ യജമാനൻ്റെ ഗ്രഹത്തിനു വേണ്ടി യുദ്ധം ചെയ്യുവിൻ. അവരോ ഏറ്റവും ഭയപ്പെട്ടു. 2 രാജാക്കന്മാർക്കും അവനോട് എതിർത്ത് നിൽപ്പാൻ കഴിഞ്ഞില്ലല്ലോ, പിന്നെ നാം എങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞു. ആകയാൽ രാജധാനി വിചാരകനും നഗരാധിപതിയും മൂപ്പന്മാരും പുത്രപാലകന്മാരും യേഹൂവിൻ്റെ അടുക്കൽ ആളയച്ചു. ഞങ്ങൾ നിൻ്റെ ദാസന്മാർ, ഞങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെ ഞങ്ങൾ ചെയ്യാം. ഞങ്ങൾ ഒരുത്തനെയും രാജാവാക്കുന്നില്ല. നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് പറയിച്ചു. അവൻ രണ്ടാമതും എഴുത്തെഴുതിയത്, നിങ്ങൾ എൻ്റെ പക്ഷം ചേർന്ന് എൻ്റെ കൽപ്പന കേൾക്കുമെങ്കിൽ നിങ്ങളുടെ യജമാനൻ്റെ പുത്രന്മാരുടെ തല നാളെ ഈ നേരത്ത് ഇസ്രായേലിൽ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. എന്നാൽ രാജകുമാരന്മാർ 70 പേരും തങ്ങളെ വളർത്തുന്ന നഗരപ്രധാനികളോടുകൂടെ ആയിരുന്നു. ഈ എഴുത്ത് അവരുടെ അടുക്കലെത്തിയപ്പോൾ അവർ രാജകുമാരന്മാരെ 70 പിടിച്ചു കൊന്നു. അവരുടെ തലക്കൊട്ടയിലാക്കി ഇസ്രായേലിൽ അവൻ്റെ അടുക്കൽ കൊടുത്തയച്ചു. ഒരു ദൂതൻ വന്ന് അവനോട്, അവർ രാജകുമാരന്മാരുടെ തല കൊണ്ടുവന്നിരിക്കുന്നെന്ന് അറിയിച്ചു. അവയെ പടിപ്പുര വാതിൽക്കൽ 2 കൂമ്പാരമായി കൂട്ടി രാവിലെ വരെ വെച്ചേക്കുവിനെന്നവൻ കൽപ്പിച്ചു. പിറ്റന്നാൾ രാവിലെ അവൻ പുറത്തു ചെന്ന് നിന്ന് സർവ്വജനത്തോടും പറഞ്ഞെന്തെന്നാൽ, നിങ്ങൾ നീതിമാന്മാർ ഞാനോ എൻ്റെ യജമാനു വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി അവനെ കൊന്നുകളഞ്ഞു. എന്നാൽ ഇവരെയൊക്കെയും കൊന്നതാർ? ആകയാൽ യഹോവ ആഹാബ് ഗ്രഹത്തെക്കുറിച്ച് അരുളി ചെയ്ത യഹോവയുടെ വചനങ്ങളിലൊന്നും നിഷ്ഫലമാകുകയില്ലെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. യഹോവ തൻ്റെ ദാസനായ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. അങ്ങനെ യേഹൂ ഇസ്രായേലിൽ ആഹാബ് ഗ്രഹത്തിൽ ശേഷിച്ചവരെയൊക്കെയും അവൻ്റെ സകല മഹത്തുക്കളെയും ബന്ധുക്കളെയും പുരോഹിതന്മാരെയും ആരും ശേഷിക്കാതെ വണ്ണം സംഹരിച്ചു കളഞ്ഞു. പിന്നെ അവൻ പുറപ്പെട്ട് ശമരിയയിൽ ചെന്ന് വഴിയിൽ ഇടയന്മാർ രോമം കത്തിരിക്കുന്ന വീട്ടിനരികെ എത്തിയപ്പോൾ യെഹൂദ രാജാവായ അഹസ്യാവിൻ്റെ സഹോദരന്മാരെ കണ്ടിട്ട്, നിങ്ങൾ ആരെന്ന് ചോദിച്ചു. ഞങ്ങൾ അഹസ്യാവിൻ്റെ സഹോദരന്മാർ രാജാവിൻ്റെ മക്കളെയും രാജ്ഞിയുടെ മക്കളെയും അഭിവന്ദനം ചെയ്യുവാൻ പോവുകയാകുന്നെന്നവർ പറഞ്ഞു. അപ്പോൾ അവൻ അവരെ ജീവനോടെ പിടിപ്പീൻ എന്ന് കൽപ്പിച്ചു. അവർ അവനെ ജീവനോടെ പിടിച്ചു. അവരെ 42 പേരെയും രോമം കത്തിരിക്കുന്ന വീടിൻ്റെ കളത്തിങ്കിൽ വെച്ച് കൊന്നു. അവരിൽ ഒരുത്തനെയും ശേഷിപ്പിച്ചില്ല. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ എതിരേൽപ്പാൻ വരുന്ന രേഖാവിൻ്റെ മകനായ യോനാദാബിനെ കണ്ട് വന്ദനം ചെയ്ത് അവനോട്, എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നിൻ്റെ ഹൃദയം പരമാർത്ഥമായി ഇരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് യോനാദാബ് അതെ എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൈ തരിക. അവൻ തൻ്റെ കൈ കൊടുത്തു. അവൻ അവനെ തൻ്റെ രഥത്തിൽ കയറ്റി. എന്നോടുകൂടെ വന്ന യഹോവയെക്കുറിച്ച് എനിക്കുള്ള ശുഷ്കാന്തി കാണുക എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ രഥത്തിൽ കയറ്റി അവർ ഓടിച്ചുപോയി. ശമരിയയിലെത്തിയപ്പോൾ അവൻ ശമരിയയിൽ ആഹാബിന് ശേഷിച്ചവരൊക്കെയും യഹോവ ഏലിയാവോട് അരുളി ചെയ്ത വചനപ്രകാരം ഒട്ടൊഴിയാതെ സംഹരിച്ചു കളഞ്ഞു. പിന്നെ യേഹൂ സകല ജനത്തെയും കൂട്ടി അവരോട്, ആഹാബ് ബാലിനെ അല്പമേ സേവിച്ചുള്ളൂ, യേഹൂ അവനെ അധികം സേവിക്കും. ആകയാൽ ബാലിൻ്റെ സകല പ്രവാചകന്മാരെയും സകല പൂജകന്മാരെയും സകല പുരോഹിതന്മാരെയും എൻ്റെ അടുക്കൽ വരുത്തുവീൻ. ഒരുത്തനും വരാതിരിക്കരുത്. ഞാൻ ബാലിനൊരു മഹായാഗം കഴിപ്പാൻ പോകുന്നു. വരാത്തവർ ആരും ജീവനോടിരിക്കുകയില്ല എന്ന് കൽപ്പിച്ചു. എന്നാൽ ബാലിൻ്റെ പൂജകന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം യേഹൂ ഈ ഉപായം പ്രയോഗിച്ചു. ബാലിനൊരു വിശുദ്ധ സഭായോഗം ഘോഷിപ്പീനെന്ന് യേഹൂ കൽപ്പിച്ചു. അവർ അങ്ങനെ ഘോഷിച്ചു. യേഹൂ ഇസ്രായേൽ ദേശത്ത് എല്ലായിടവും ആളയച്ചതുകൊണ്ട് ബാലിൻ്റെ സകല പൂജകന്മാരും വന്നു. ഒരുത്തനും വരാതിരുന്നില്ല. അവർ ബാലിൻ്റെ ക്ഷേത്രത്തിൽ കൂടി. ബാൽ ക്ഷേത്രം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തിങ്ങി നിറഞ്ഞു. അവൻ വസ്ത്രവിചാരകനോട്, ബാലിൻ്റെ സകല പൂജകന്മാർക്കും വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കുക എന്ന് കൽപ്പിച്ച് അവൻ വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ യേഹൂവും രേഖാവിൻ്റെ മകനായ യോനാദാബും ബാലിൻ്റെ ക്ഷേത്രത്തിൽ കിടന്ന് ബാലിൻ്റെ പൂജകന്മാരോട്, ബാലിൻ്റെ പൂജകന്മാർ മാത്രമല്ലാതെ യഹോവയുടെ പൂജകന്മാർ ആരും ഇവിടെ നിങ്ങളോടുകൂടെ ഇല്ലാതിരിക്കണമെന്ന് തിരഞ്ഞു നോക്കുവിനെന്ന് കൽപ്പിച്ചു. അവർ ഹനനയാഗങ്ങളും ഹോമയാഗങ്ങളും കഴിപ്പാൻ അകത്ത് ചെന്ന ശേഷം യേഹൂ പുറത്ത് 80 പേരെ നിർത്തി. ഞാൻ നിങ്ങളുടെ കയ്യിലേൽപ്പിക്കുന്ന ആളുകളിൽ ഒരുത്തൻ ചാടിപ്പോയാൽ അവൻ്റെ ജീവന് പകരം അവനെ വിട്ടയച്ചൻ്റെ ജീവൻ ആയിരിക്കും എന്ന് കൽപ്പിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്നപ്പോൾ യേഹൂ അകമ്പടികളോടും പടനായകന്മാരോടും, അകത്ത് കടന്നവരെ കൊല്ലുവീൻ, ഒരുത്തനും പുറത്തു പോകരുതെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ വാളിൻ്റെ വായ്ത്തലയാൽ അവരെ കൊന്നു. അകമ്പടികളും പടനായകന്മാരും അവരെ പുറത്തെറിഞ്ഞു കളഞ്ഞു. ബാൽക്ഷേത്രത്തിൻ്റെ നഗരത്തിൽ ചെന്നു. ബാൽക്ഷേത്രത്തിലെ സ്തംഭ വിഗ്രഹങ്ങളെ പുറത്തു കൊണ്ടുവന്ന് ചുട്ട് കളഞ്ഞു. അവർ ബാൽസ്തംഭത്തെ തകർത്ത് ബാൽക്ഷേത്രത്തെ ഇടിച്ച് അതിനെ മറപ്പുരയാക്കി തീർത്തു. അത് ഇന്നുവരെയും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇങ്ങനെ യേഹൂ ബാലിനെ ഇസ്രായേലിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞു.
എങ്കിലും ബഥേലിലും ദാനിലും ഉണ്ടായിരുന്ന പൊൻകാള കുട്ടികളെ കൊണ്ട് ഇസ്രായേലിനെ പാപം ചെയ്യിക്കുമാറാക്കിയ നെബാത്തിൻ്റെ മകനായ യൊരമെയാമിൻ്റെ പാപങ്ങളെ യേഹൂ വിട്ടുമാറിയില്ല. യഹോവ യേഹൂവിനോട്, എനിക്കിഷ്ടമുള്ളത് നീ നല്ലവണ്ണം അനുഷ്ഠിച്ചതുകൊണ്ടും എൻ്റെ ഹിതപ്രകാരമൊക്കെയും ആഹാബ് ഗൃഹത്തോട് ചെയ്തതുകൊണ്ടും നിന്റെ പുത്രന്മാർ ഇസ്രായേലിൻ്റെ രാജാസനത്തിൽ 4-ാം തലമുറ വരെ ഇരിക്കുമെന്ന് അരുളി ചെയ്തു. എങ്കിലും യേഹൂ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണപ്രകാരം പൂർണ്ണ മനസ്സോടെ നടക്കുന്നതിന് ജാഗ്രത കാണിച്ചില്ല. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യൊരമെയാമിൻ്റെ പാപങ്ങളെ അവൻ വിട്ടുമാറിയതുമില്ല. ആ കാലത്ത് യഹോവ ഇസ്രായേലിനെ കുറച്ചു കളവാൻ തുടങ്ങി. ഹസായേൽ ഇസ്രായേലിൻ്റെ അതിരുകളിലൊക്കെയും അവരെ തോൽപ്പിച്ചു. അവൻ യോർദാന് കിഴക്ക് ഗാദ്യർ, രൂബേന്യർ, മനശ്ശേയർ എന്നിവരുടെ ദേശമായ ഗിലെയാദ് മുഴുവനും ജയിച്ചടക്കി. അർണോൻ തോട്ടിനരികെയുള്ള അരോവേർ മുതൽ ഗിലെയാദും ബാശാനും തന്നെ. യേഹൂവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ്റെ സകല പരാക്രമ പ്രവൃത്തികളും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യേഹൂ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ശമരിയിൽ അടക്കം ചെയ്തു. അവൻ്റെ മകനായ യെഹോവാഹാസ് അവനു പകരം രാജാവായി. യേഹൂ ശമര്യയിൽ ഇസ്രായേലിലെ വാണകാലം 28 സംവത്സരമായിരുന്നു.